2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിച്ച് തുടർച്ചയായ മൂന്നാം വട്ടവും കേരളത്തിന്റെ അധികാരത്തിലെത്തണമെന്ന ആഗ്രഹമാണ് ഇടതുമുന്നണിക്കും CPM-നുമുള്ളത്. എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് പിന്നാലെ തന്നെ സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്നും CPM വൃത്തങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അതിനാൽ തന്നെ ഇതിനെ അതിജീവിച്ച് എങ്ങനെ വിജയിച്ചു കയറാം എന്നതിനുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ഒരുപോലെ മെനഞ്ഞെടുക്കുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പരമാവധി സീറ്റുകളിൽ CPM മത്സരിക്കുക, സംഘടനാ സംവിധാനത്തിന്റെയും കേഡർ വോട്ടുകളുടെയും ആനുകൂല്യത്തിൽ ഈ സീറ്റുകളിൽ വിജയമുറപ്പിക്കുക എന്ന തന്ത്രത്തിലേക്കാണ് CPM നേതൃത്വം ഇപ്പോൾ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ 2021 തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 2026 കാര്യങ്ങൾ എത്തുമ്പോൾ പ്രമുഖ ഘടകകക്ഷികളുടെ അടക്കം നിരവധി സീറ്റുകൾ CPM ഏറ്റെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ CPI-യെ അത്രയൊന്നും പിണക്കുവാൻ CPM തയ്യാറല്ലാത്തതിനാൽ അവർ മത്സരിച്ചു പോരുന്ന പറവൂർ സീറ്റ് മാത്രം ഏറ്റെടുക്കുവാനാണ് CPM ആലോചിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് 2021 മുതൽ തുടർച്ചയായ 5 വട്ടവും പറവൂരിൽ നിന്ന് വിജയിച്ചത്. അതിനാൽ തന്നെ പറവൂർ സീറ്റ് CPM-ന് വിട്ടുകൊടുക്കുന്നതിൽ CPI-ക്ക് വലിയ എതിരഭിപ്രായവും ഉണ്ടാവാനിടയില്ല. എന്നാൽ CPM-ന്റെ ഈ തീരുമാനം ഏറ്റവും അധികം നഷ്ടമുണ്ടാക്കാൻ പോകുന്നത് ഏറ്റവും പുതുതായി മുന്നണിയിലെത്തിയ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനാണ്. 2021 മാണി ഗ്രൂപ്പ് മുന്നണിയിലേക്ക് എത്തിയപ്പോൾ CPM ആദ്യഘട്ടത്തിൽ അവർക്ക് അനുവദിച്ചത് 13 സീറ്റുകളായിരുന്നു. എന്നാൽ പ്രാദേശികമായി CPM-നുള്ളിൽ വലിയ പൊട്ടിത്തെറിയുണ്ടായപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കുറ്റ്യാടി സീറ്റ് CPM-ന് തിരികെ വിട്ടു നൽകുകയും 12 സീറ്റുകളിൽ മത്സരിക്കുകയുമായിരുന്നു. ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് ഈ 12 സീറ്റുകളിൽ 9 എണ്ണത്തിൽ മാത്രമായിരിക്കും അടുത്ത തവണ കേരള കോൺഗ്രസിന് മത്സരിക്കുവാൻ CPM വിട്ടു നൽകുക. കേരള കോൺഗ്രസ് 2021 മത്സരിച്ച 3 സീറ്റുകൾ, അതായത് പിറവം, പെരുമ്പാവൂർ, ചാലക്കുടി എന്നീ സീറ്റുകൾ CPM ഏറ്റെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 2016 കേവലം 6000-ഓളം വോട്ടുകൾക്ക് മാത്രമാണ് പിറവം നിയോജക മണ്ഡലത്തിൽ നിന്ന് CPM സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. എന്നാൽ 2021 കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി CPM സഹയാത്രികയായ ദുമോൾ ജേക്കബ് അനൂപ് ജേക്കബിനെ തെരഞ്ഞെടുപ്പിൽ നേരിട്ടപ്പോൾ 25,000-ലധികം വോട്ടുകൾക്കാണ് പരാജയം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിൽ നിന്ന് സീറ്റ് ഏറ്റെടുത്ത് പാർട്ടി ചിഹ്നത്തിൽ പാർട്ടി നേതാവിനെ പിറവത്ത് മത്സരിപ്പിക്കുവാനാണ് CPM ആലോചിക്കുന്നത്. പിറവം കൂടാതെ ചാലക്കുടി സീറ്റും CPM കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്ന് ഏറ്റെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 2021 കോൺഗ്രസിന്റെ സനീഷ് കുമാറിനെതിരെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഡെന്നിസ് കെ ആന്റണി കടുത്ത മത്സരം കാഴ്ചവെച്ചൊരു മണ്ഡലമാണ്. കേവലം 1053 വോട്ടുകൾക്കായിരുന്നു കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി സനീഷ് കുമാർ എന്ന കോൺഗ്രസ് യുവ MLA-യോട് പരാജയപ്പെട്ടത്. എന്നാൽ അതിന് മുൻകാല തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ CPM നേതാവായ BD ദേവസി പാർട്ടി ചിഹ്നത്തിൽ ആധികാരികമായ ഭൂരിപക്ഷത്തോടുകൂടി തുടർച്ചയായ 3 വട്ടം വിജയിച്ചു വന്ന മണ്ഡലമാണ് ചാലക്കുടി. അതിനാൽ തന്നെ ചാലക്കുടിയിൽ കഴിഞ്ഞ തവണ പരാജയം സംഭവിച്ചത് പാർട്ടി ചിഹ്നത്തിന്റെയും പാർട്ടി സ്ഥാനാർത്ഥിയുടെയും അഭാവത്തിലാണെന്ന തിരിച്ചറിവിലാണ് CPM. അതുകൊണ്ട് തന്നെ ചാലക്കുടി സീറ്റും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്ന് CPM ഏറ്റെടുക്കും. മൂന്നാമതായി കേരള കോൺഗ്രസിൽ നിന്ന് CPM ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന സീറ്റ് പെരുമ്പാവൂർ സീറ്റാണ്. പെരുമ്പാവൂരിനെ സംബന്ധിച്ച് കേവലം 3000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് കഴിഞ്ഞ വട്ടം സിറ്റിംഗ് MLA-ആയ കോൺഗ്രസ് നേതാവ് എൽദോസ് കുന്നപ്പള്ളി ഇവിടെ നിന്ന് വിജയിച്ചത്. എന്നാൽ ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി സ്ത്രീ പീഡനമടക്കമുള്ള കേസുകളിൽ പ്രതിയായി പ്രതിച്ഛായ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 2016 വരെ ഈ മണ്ഡലത്തിൽ നിന്ന് CPM നേതാവായ സാജു പോൾ ആധികാരികമായ ഭൂരിപക്ഷം നേടി തുടർച്ചയായി വിജയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പെരുമ്പാവൂർ മണ്ഡലത്തിൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ വിജയം കൊയ്യാമെന്നാണ് CPM വിലയിരുത്തുന്നത്. ഇത്തരത്തിൽ 3 സീറ്റുകൾ മാണി ഗ്രൂപ്പിൽ നിന്ന് ഏറ്റെടുക്കുമ്പോൾ ഇടതുമുന്നണിയിലെ മറ്റൊരു ഘടകകക്ഷിയായ ജനാധിപത്യ കേരള കോൺഗ്രസിനും CPM വലിയ ആഘാതമാണ് ഏൽപ്പിക്കാൻ പോകുന്നത്. അവർക്കുള്ള ഏക MLA എന്ന് പറയുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നുള്ള MLA-ആയ മുൻ മന്ത്രി ആന്റണി രാജുവാണ്. എന്നാൽ 2026 ആന്റണി രാജുവിൽ നിന്ന് തിരുവനന്തപുരം സീറ്റ് ഏറ്റെടുത്ത് പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്നാണ് CPM-ന്റെ ആഗ്രഹം. അങ്ങനെ സംഭവിച്ചാൽ ജനാധിപത്യ കേരള കോൺഗ്രസിന് 2026 നിയമസഭയിൽ ജനപ്രതിനിധികൾ ഉണ്ടാവില്ല എന്ന കാര്യം ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. സമാനമാണ് ഇടതുമുന്നണിയിലുള്ള NCP-യുടെയും അവസ്ഥ. നിലവിൽ അവർക്ക് സിറ്റിംഗ് MLA-മാരായി 2 പേരാണുള്ളത്. ഏലത്തൂരിൽ നിന്നും മന്ത്രിയായ AK ശശീന്ദ്രനും കുട്ടനാട്ടിൽ നിന്നും സംസ്ഥാന അധ്യക്ഷനായ തോമസ് കെ തോമസും. എന്നാൽ ഈ 2 സീറ്റുകളും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ഏറ്റെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏലത്തൂരിൽ CPM-ന്റെ സംഘടനാ ശക്തിയുടെ ആനുകൂല്യത്തിൽ മാത്രമാണ് AK ശശീന്ദ്രൻ വിജയിച്ചു വരാറുള്ളത്. എന്നാൽ ശശീന്ദ്രൻ സജീവമായ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുന്നതോടെ ഈ സീറ്റ് CPM ഏറ്റെടുക്കുകയും
കുട്ടനാട്ടിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അവിടെ തോമസ് കെ തോമസിന് വിജയസാധ്യതയില്ല എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ സീറ്റ് CPM ഏറ്റെടുക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ ജനാധിപത്യ കേരള കോൺഗ്രസിനെ പോലെ തന്നെ NCPയും ജനപ്രതിനിധികളില്ലാത്ത ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയായി മാറും എന്ന കാര്യത്തിലും തർക്കമില്ല. ജനാധിപത്യ കേരള കോൺഗ്രസിനും NCPക്കും നേരിടേണ്ടി വരുന്ന അതേ ദുരവസ്ഥ തന്നെയാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന മന്ത്രി നേതൃത്വം നൽകുന്ന കോൺഗ്രസ് എസിനും ഇടതുമുന്നണിയിൽ സംഭവിക്കുന്നത്. കടന്നപ്പള്ളിക്ക് മത്സരിക്കുവാൻ വിട്ടു നൽകിയിരുന്ന കണ്ണൂർ സീറ്റ് CPM ഇത്തവണ ഏറ്റെടുക്കുമെന്നും കടന്നപ്പള്ളി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനാൽ തന്നെ കോൺഗ്രസ് എസ് എന്ന ഘടകകക്ഷിക്കും വരാനിരിക്കുന്ന നിയമസഭയിൽ സീറ്റുകൾ ഒന്നും ഉണ്ടാവാനുള്ള സാധ്യത CPM അവശേഷിപ്പിക്കുന്നില്ല. ഏറ്റവും ഒടുവിലായി മറ്റൊരു ഘടകകക്ഷിയിൽ നിന്ന് CPM ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ സീറ്റ്. നിലവിൽ കോവൂർ കുഞ്ഞുമോൻ എന്ന RSPയുടെ വിമത നേതാവ് പ്രതിനിധീകരിക്കുന്ന ഈ മണ്ഡലത്തിൽ 2026 അദ്ദേഹത്തിന് വിജയസാധ്യതയില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ CPM തന്നെ സീറ്റ് ഏറ്റെടുക്കുവാനും അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുവാനുമാണ് ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിൽ CPIയിൽ നിന്ന് 1 സീറ്റും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്നും 3 സീറ്റും NCPയിൽ നിന്ന് 2 സീറ്റും ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് എസിൽ നിന്നും RSP റവല്യൂഷണറി പാർട്ടിയിൽ നിന്നും അവരുടെ ഓരോ സീറ്റും ഏറ്റെടുത്തുകൊണ്ട് ഘടകകക്ഷികൾക്ക് മേൽ പിടിമുറുക്കി അവരുടെ 9 സീറ്റുകൾ ഏറ്റെടുത്ത് നിയമസഭയിൽ പരമാവധി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുവാനുള്ള CPM നീക്കത്തോട് ഘടകകക്ഷികൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നിനി കണ്ടറിയാനുണ്ട്. ഈ രാഷ്ട്രീയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.